എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, ഇന്ന് നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണല്ലേ? എന്താണെന്ന്? എന്താണ്? അതെ, നമ്മുടെ രാജ്യം ഇന്ന് 77ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു വേളയാണ്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് ധീര ദേശാഭിമാനികളുടെ ശ്രമഫലമായാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ആ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലികൾ ആദ്യം തന്നെ സമർപ്പിക്കട്ടെ. വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, കവി പാടിയതുപോലെ, ഒരു മാലയിൽ കോർത്ത വിവിധ പൂക്കളെ പോലെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇന്നും നമ്മുടെ രാജ്യം പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരും പറഞ്ഞ് പരസ്പരം ആദരിക്കുക, ബഹുമാനിക്കുക, ഈ ഒരു 3 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ നല്ല കുട്ടികളായി, നിങ്ങൾ നല്ല കുട്ടികളായി വളരും. കൂടുതലൊന്നും ടീച്ചർക്ക് പറയാനില്ല. എല്ലാവർക്കും, ഇവിടെ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനാധ്യാപിക അനിത ടീച്ചർ, സ്കൂളിലെ മറ്റ് അധ്യാപകരെ, പിഞ്ചു വിദ്യാർത്ഥികള്, സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുന്ന PTA കമ്മിറ്റി മെമ്പർമാർ, വികസന സമിതി അംഗങ്ങൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ്. ആ ആമുഖത്തിൽ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും സമത്വവും നീതിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ 3 വാക്കുകൾ ഫ്രീഡം, ഈക്വാലിറ്റി, അതുപോലെ തന്നെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം, ഇങ്ങനെ നമ്മളെ ഇന്ത്യക്കാരാക്കി മാറ്റുന്നതിൽ ഈ സമത്വത്തിനും അതുപോലെ തന്നെ സാഹോദര്യത്തിനും വലിയ പങ്കുണ്ട്. സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നമ്മുടെ നിയമ സംഹിതയാണെന്ത് ഭരണഘടന എന്നുള്ളത്. അതിലൊരുപാട് കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഒക്കെ എന്തിട്ടുണ്ട് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ആ ഭരണഘടനയുടെ ആമുഖമാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ മക്കളെ, എല്ലാവരും സന്തോഷത്തിലാണോ? എന്താണ് സന്തോഷത്തിന് കാരണം? എന്താ സന്തോഷത്തിന് കാരണം? എന്താണ്? സ്വാതന്ത്ര്യ എത്രാമത്തെ സ്വാതന്ത്ര്യം എന്നാണ് ടീച്ചർ പറഞ്ഞത്? 77ാം സ്വാതന്ത്ര്യ ദിനം അല്ലേ? എത്രാമത്തെ വർഷം
അല്ലേ? സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക അല്ലെ? സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ അതേസമയം തിന്മ കണ്ടാൽ എതിർക്കണം. തിന്മയെ എതിർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്, അഹിംസ ഉണ്ടാവരുത് അല്ലേ? അപ്പോ നമ്മൾ എന്തായിരിക്കണം? സത്യാഗ്രഹികളായിരിക്കണം. എപ്പോഴും എന്തായിരിക്കണം? സത്യത്തെ മുറുകെ പിടിക്കണം അല്ലേ? അപ്പൊ എന്താണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ സന്ദേശം? എന്താണ്? നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ഗാന്ധിജി കാണിച്ചു തന്ന പോലെ സത്യത്തെ മുറുകെ പിടിക്കുന്ന സത്യാഗ്രഹികളായിട്ട് മാറണം കേട്ടോ. അതാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ടീച്ചർക്ക് പറയാനുള്ള സന്ദേശം. സിദ്ദിഖ് ചാരി. എല്ലാവർക്കും നമസ്കാരം. 75ാമത് സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്ന ഈ സമയത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും നമ്മുടെ കുട്ടികള് നമ്മുടെ സ്കൂളിലെ കുട്ടികള് ഒരു എന്താണ് ദേശഭക്തി ഗാനത്തിന് ഒരു നൃത്താവിഷ്കാരം ചെയ്യുന്നുണ്ട്. എല്ലാവരും ആസ്വദിക്കുക.
വർഷത്തിലാണ് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ എന്ത് പയ്യന്നൂർ ബീച്ച് വരെയാണ് എന്ത് ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ദൃശ്യാവിഷ്കരിക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് നമ്മുടെ ഡ്രസ്സിങ്ങിൽ കുറച്ചൊക്കെ പ്രഭാവങ്ങളുണ്ട്. അപ്പൊ മുണ്ടൊക്കെ എല്ലാവരും കിട്ടിയിട്ടില്ല, നൃത്തം നോക്കണം കേട്ടോ. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നിർമ്മലഗംഗാ ജലപൂല ശിരസി വിരാജിത ഹിമഗിരി മുകുടം ചരണേ ഹിന്ദു മഹോദതി സലിലം ഏറെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മളൊക്കെ കടന്നു പോയിരിക്കുന്നത്. ഏതൊരു ഇന്ത്യൻ പൗരന്റെയും രക്തം വിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് നാം ഏവരും ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പൂർവികരെ ഏറെ അവരുടെ പ്രാണനും ജീവനും രക്തമൊക്കെ ബലിയർപ്പിച്ച് നേടിത്തന്ന നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ ഒരു വേളയിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴും നമ്മുടെ മണിപ്പൂര്, ഹരിയാന, UP ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ കഴിയാതെയുള്ള ഈ ഒരു സ്വാതന്ത്ര്യം നാം ഏവരും ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു വേളയിലും നമുക്ക് സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്ന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ കഴിയാത്ത ഈ ഒരു വേളയിലും ഏറെ വിവേകത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ ഇന്ന് എവിടെയാണ് എന്നുള്ളത് ഓരോ യുവാക്കളും അതുപോലെ കുഞ്ഞുങ്ങളും ചിന്തിക്കേണ്ട ഈ ഒരു നിമിഷത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും തെരുവിൽ നമുക്ക് അത്രമാത്രം ധൈര്യത്തോടെ ഇറങ്ങാൻ പറ്റാത്ത ഈ ഒരു വേളയിൽ ഏറെ ചിന്തയോടെ വിവേകത്തോടെ തന്നെ എല്ലാവർക്കും ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ 57ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെയും മറ്റു ധീരദേശാഭിമാനികളെയും ഈ നിമിഷം നാം ഓർമ്മിക്കുക തന്നെ ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ, രക്ഷിതാക്കളെ, അധിനിവേശത്തിന്റെ കാറ്റങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് ഇന്ന്. 1947 ആഗസ്റ്റ് 15 പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അഹിംസയിലൂടെ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം മറ്റുള്ള രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യ നിന്ന് പല മേഖലകളിൽ ഉയർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ മധുരത്വം കാത്തുസൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മൾ
നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഈ സമാജത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായി. സ്വാതന്ത്ര്യദിനത്തിന്റെ 76 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാനേറെയുണ്ട്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മേഖലകളിൽ ഉയർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൗരന്റെയും ദേശസ്നേഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. നമ്മുടെ നാടിന്റെ
മതേതരത്വം കാത്തു സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം.